നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇടതു തരംഗം. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചിറകിൽ കേരളം ഇടത്തോട്ട് ചാഞ്ഞു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ ഇടതു തരംഗം. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചിറകിൽ കേരളം ഇടത്തോട്ടു ചാഞ്ഞു. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥി സബിൻ സത്യനെ പിന്നിലാക്കി അഡ്വക്കേറ്റ് ഐഷ പോറ്റി വിജയിച്ചു. LDF പ്രവർത്തകർ പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജുവിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയം. 33,582 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി യൂനുസ് കുഞ്ഞിനെ പിന്നിലാക്കിയാണ് കെ രാജു വിജയിച്ചത്. ഇടമുളയ്ക്കൽ പള്ളിക്കുന്ന് ഭാഗത്ത് 20ഓളം വളർത്തുകോഴികളെയും താറാവിനെയും തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. മാമോദിസ മുക്കിയ സമുദായത്തെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സമുദായത്തിൽ തന്നെ കാലുമാറിയ ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന കേരള കോൺഗ്രസ് ബി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാലകൃഷ്ണപിള്ള. കുളത്തൂപ്പുഴയിൽ രോഗം നിർണ്ണയിക്കാനാകാതെ 2 വയസ്സുകാരി മരിച്ചു. കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തു. കൊട്ടാരക്കരയിൽ LDF പ്രവർത്തകർ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ കോലം കത്തിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഇടതു തരംഗം. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചിറകിൽ കേരളം ഇടത്തോട്ട് ചാഞ്ഞു. കേരളത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണി അധികാരത്തിലേക്ക്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായി അലയടിച്ചപ്പോൾ UDF കോട്ടകൾ തകർന്നു വീണു. ഇടതു തരംഗം ആഞ്ഞുവീശിയ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 63 സീറ്റുകൾ നേടി CPM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 14ാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 91 സീറ്റുകൾ നേടി LDF വീണ്ടും ഭരണം പിടിച്ചപ്പോൾ 19 സീറ്റുകളുമായി CPI ആണ് LDFിലെ രണ്ടാമത്തെ വലിയ കക്ഷി. JDS 3ഇടത്തും NCP 2ഇടത്തും RSP കേരള കോൺഗ്രസ് എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുന്നണിയിലെത്തിയ ഫ്രാൻസിസ് ജോർജിന്റെ കേരള കോൺഗ്രസ് Dക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. UDFിന് 47 സീറ്റുകളാണ് ആകെ ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭയിൽ 39 MLAമാരുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ 21 സീറ്റിലേക്ക് ഒതുങ്ങി. 17 സീറ്റുകളുമായി മുസ്ലിം ലീഗ് കോൺഗ്രസിന് തൊട്ടു പിന്നാലെയുണ്ട്. കേരള കോൺഗ്രസ് മാണി 6ഉം കേരള കോൺഗ്രസ് ജേക്കബ് 1 സീറ്റും കൈവശപ്പെടുത്തി. MP വീരേന്ദ്രകുമാറിന്റെ JDU, ഷിബു ബേബി ജോണിന്റെ RSP എന്നിവയ്ക്ക് 1 സീറ്റിൽ പോലും വിജയിക്കാനായില്ല. പുതിയ പ്രതീക്ഷകളോടെ കേരളം ഇടത്തോട്ടു ചാഞ്ഞപ്പോൾ 4 സംസ്ഥാന മന്ത്രിമാരും സ്പീക്കറും അടിയറവ് പറഞ്ഞു. കൊല്ലം, തൃശൂർ ജില്ലകളിൽ തൂത്തുവാരിയ ഇടതുമുന്നണി കണ്ണൂരും കോഴിക്കോടും കോട്ട കാത്തു. BJP മത്സരിച്ചിടങ്ങളിലൊക്കെ തോൽവി വഴങ്ങുമെന്ന് തോന്നിച്ചുവെങ്കിലും സംസ്ഥാനത്ത് ആദ്യമായി താമര വിരിയിച്ച നേമത്ത് O രാജഗോപാൽ വിജയിച്ചു കയറി. 8,000ഓളം വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് O രാജഗോപാലിന്റെ നേട്ടം. ഇരുമുന്നണികളെയും നിഷ്പ്രഭമാക്കി പൂഞ്ഞാറിൽ ഹീറോയായി മാറിയ PC ജോർജ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന താരമാകുമെന്നത് നിസ്സംശയം പറയാം. അഴിമതി ആരോപണങ്ങളുടെ കറയുമായി മത്സരിക്കാനിറങ്ങിയ മന്ത്രി K ബാബുവിന്റെ തോൽവിയും രാഷ്ട്രീയ കേരളത്തിന് പാഠമായി. KPCC അധ്യക്ഷൻ DM സുധീരന്റെ എതിർപ്പ് മറികടന്ന സ്ഥാനാർത്ഥി സ്ഥാനത്തെത്തിയ ബാബുവിന്റെ വീഴ്ച സുധീരന്റെ വിജയമായിട്ടാവും വിലയിരുത്തപ്പെടുക. എതിർപ്പുകളെ മറികടന്ന് 8ാം തവണയും ഇരിക്കൂറിൽ നിന്നും മത്സരിച്ച KC ജോസഫ് ഒരിക്കൽ കൂടി വിജയം രുചിച്ചു. അതേസമയം പാലക്കാർ തന്നെ കൈവിടില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച KM മാണിയെ പാലക്കാർ ഒരു തവണ കൂടി കൈപിടിച്ച് നിയമസഭയിലെത്തിക്കുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പും കാണിച്ചു തന്നു. എറണാകുളത്തും കോട്ടയത്തും മലപ്പുറത്തും കോട്ടകാത്ത UDFിന് പ്രമുഖരുടെ തോൽവി തിരിച്ചടിയായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരും വിജയം ആവർത്തിച്ചു. മന്ത്രിമാരായ K ബാബു, ഷിബു ബേബി ജോൺ, PK ജയലക്ഷ്മി, KP മോഹനൻ എന്നിവർ തോൽവി സമ്മതിച്ചപ്പോൾ കാട്ടാക്കടയിൽ സ്പീക്കർ N ശക്തന അടിതെറ്റി. കോൺഗ്രസ് നേതാക്കളായ K സുധാകരൻ, വർക്കല കഹാർ, രാജ്മോഹൻ ഉണ്ണിത്താൻ, പാലോട് രവി, AT ജോർജ്, സെൽവരാജ്, ശരത്ചന്ദ്ര പ്രസാദ്, ജോസഫ് വാഴയ്ക്കൽ, ശൂരനാട് രാജശേഖരൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും തോൽവിക്ക് വഴങ്ങി. അഴീക്കോട് UDF സ്ഥാനാർത്ഥി KM ഷാജി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ LDFിനായി മത്സരിച്ച MP നികേഷ് കുമാർ പരാജയപ്പെട്ടു. അതേസമയം ആറന്മുളയിൽ K ശിവദാസൻ നായരെ തോൽപ്പിച്ച വീണ ജോർജ് നിയമസഭയിലെത്തി. ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. UDFിന്റെ ജീർണതയ്ക്കെതിരായ വിധിയെഴുത്താണിതെന്നും വർഗീയ വിധ്വംസക ശക്തികളെ പൂർണ്ണമായി നിരാകരിക്കാനാണ് കേരളം തീരുമാനിച്ചതെന്നും പിണറായി പറഞ്ഞു. കേരളം ഇടതിൽ വിശ്വാസമർപ്പിക്കുമ്പോൾ ഇനി ഉയരാനുള്ള ചോദ്യം കേരളത്തെ ആര് നയിക്കുമെന്നതാണ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകാൻ പോകുന്നതും ഇതേ ചോദ്യമാകും. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജുവിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയം. 33,582 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി യൂനുസ് കുഞ്ഞിനെ പിന്നിലാക്കിയാണ് കെ രാജു വിജയിച്ചത്.
നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജു 33,582 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കെ രാജു പുനലൂർ മണ്ഡലത്തിൽ മൂന്നാം തവണയാണ് വിജയിക്കുന്നത്. കഴിഞ്ഞ 2 തവണ വിജയിച്ചെങ്കിലും കൂടുതൽ ഭൂരിപക്ഷത്തോടെയാണ് LDF സ്ഥാനാർത്ഥി കെ രാജുവിന്റെ ഇത്തവണത്തെ വിജയം. UDF സ്ഥാനാർത്ഥി യൂനുസ് കുഞ്ഞ് 48,554 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി. UDF സ്ഥാനാർത്ഥി യൂനുസ് കുഞ്ഞിൽ നിന്നും 33,582 വോട്ട് നേടിയാണ് കെ രാജു വിജയിച്ചത്. LDF പ്രവർത്തകർ പുനലൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ആഹ്ലാദ പ്രകടനം നടത്തിയാണ് കെ രാജുവിന്റെ വിജയം ആഘോഷിച്ചത്. പുനലൂർ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായി കെ രാജു ADV ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥി സവിൻ സത്യനെ പിന്നിലാക്കി ഇടതുപക്ഷ സാരഥി അഡ്വക്കേറ്റ് ഐഷ പോറ്റി വിജയിച്ചു. LDF പ്രവർത്തകർ പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥി സവിൻ സത്യനെ പിന്തള്ളിക്കൊണ്ട് അഡ്വക്കേറ്റ് ഐഷ പോറ്റി വൻ ഭൂരിപക്ഷത്തോടെ 83,443 വോട്ട് നേടി വിജയിച്ചു. 42,632 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സിറ്റിംഗ് MLA കൂടിയായ ഐഷ പോറ്റി വിജയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തു തന്നെ വിജയപ്രതീക്ഷയോടെയാണ് ഐഷ പോറ്റി വോട്ടഭ്യർത്ഥന നടത്തിയത്. മൂന്നാം തവണയാണ് ഐഷ പോറ്റി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. UDF സ്ഥാനാർത്ഥി സവിൻ സത്യൻ 40,811 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി. സത്യത്തിൽ ജനങ്ങൾ തന്ന നല്ല സേവ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരുടെയും വലിയ പ്രവർത്തനവും അതുപോലെ തന്നെ നല്ല ഇടതുപക്ഷത്തോടുള്ള വലിയ സന്തോഷം ജനങ്ങൾ തന്നൊരു സ്നേഹമായിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ ഉത്തരവാദിത്വം കൂടുതലായതൊരു തോന്നലും വന്നിട്ടുണ്ട്. ഇത്രയും ഭൂരിപക്ഷം തരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഈ ചെയ്യണം എന്നുള്ളൊരു ജാഗ്രത എനിക്ക് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്. ജനാധിപത്യ മുന്നണി കൊട്ടാരക്കരയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കിയ വിവരാശയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊട്ടാരക്കരയിൽ 42,000-ൽ പരം വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം കരസ്ഥമാക്കി കൊട്ടാരക്കരയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കുളത്തൂപ്പുഴയിൽ രോഗം നിർണ്ണയിക്കാനാകാതെ 2 വയസ്സുകാരി മരിച്ചു. കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തു.
രോഗം നിർണ്ണയിക്കാനാകാതെ 2 വയസ്സുകാരി മരിച്ചു. കുളത്തൂപ്പുഴ മൈലമൂട് ലക്ഷം വീട് കോളനിയിൽ OLH നമ്പർ 75 താമസക്കാരനായ ബാബു അനിത ദമ്പതികളുടെ 4 മക്കളിൽ 4ാമത്തെ മകളായ സേതുലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. 1.5 മാസമായി വിട്ടുമാറാത്ത ഛർദിയായിരുന്നു രോഗത്തിന്റെ തുടക്കം. തുടർന്ന് കുഞ്ഞ് ഭക്ഷണം കഴിക്കാതായതോടെ തിരുവനന്തപുരം SIT, കടക്കൽ താലൂക്ക് ആശുപത്രി, കുളത്തൂപ്പുഴ CHC തുടങ്ങിയിടങ്ങളിൽ ചികിത്സ നടത്തിയെങ്കിലും രോഗം കണ്ടെത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം രാവിലെ ജന്നി വന്നതിനെ തുടർന്ന് കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു. ജന്നി രോഗം വന്നതിനെ തുടർന്ന് കുളത്തൂപ്പുഴ CHCയിൽ എത്തിച്ച് പരിശോധന നടത്തുമ്പോഴാണ് കുട്ടി മരിച്ചതായി ഉറപ്പാക്കുന്നത്. സംഭവത്തെ തുടർന്ന് പോലീസ് കേസെടുത്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഇടമുളയ്ക്കൽ പള്ളിക്കുന്ന് ഭാഗത്ത് 20ഓളം വളർത്തുകോഴികളെയും താറാവിനെയും തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. ഇടമുളയ്ക്കൽ കേന്ദ്രീകരിച്ച് തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. ഇടമുളയ്ക്കൽ പള്ളിക്കുന്ന് ഭാഗത്ത് 20ഓളം വളർത്തുകോഴികളെയും താറാവിനെയും തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. ഇടമുളയ്ക്കൽ പള്ളിക്കുന്ന് അനൂമൻസിലെ അബ്ദുൽ അസീസിന്റെ വളർത്തുകോഴികളെയും താറാവിനെയുമാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. രാത്രി 2 മണി സമയത്ത് കുറേ പട്ടികൾ ഞങ്ങൾ വളർത്തി കോഴിക്കൃഷി നടത്തിക്കൊണ്ടിരുന്ന എല്ലാ കോഴികളെയും കടിച്ച് നശിപ്പിക്കുകയും 20ഓളം കോഴികളും 3-4 താറാവുകളും ചാവുകയും ചെയ്തു. ഇതിലൂടെയാണ് ഇന്നലെ പട്ടി അകത്ത് കയറി കോഴിയെ കൊല്ലാൻ ഇടയാക്കിയത്. ഈ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടും ഇടമുളയ്ക്കൽ പഞ്ചായത്ത് അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനി ചെറിയൊരിടവേള. ലോകോത്തര നിലവാരമുള്ള ലെൻസുകളും ഫ്രെയിമുകളും ഇനി അഞ്ചലിന് സ്വന്തം. നമ്മുടെ കാഴ്ചയുടെ സൗന്ദര്യം ലോകരെ അറിയിക്കാൻ, പുതിയ ദൃശ്യവിരുന്നൊരുക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും വരുന്നു. മെയ് 26 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കൊട്ടിയം ദുബായ് ഓപ്റ്റിക്കൽസിന്റെ 2ാമത്തെ ഷോറൂമായ അഞ്ജലി. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ, അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി മുല്ലക്കര രത്നാകരൻ 21,928 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി മുല്ലക്കര രത്നാകരൻ 71,262 വോട്ട് നേടി വിജയിച്ചു. 21,928 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി MM ഹസൻ 49,334 വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തി. കടുത്ത മത്സരം നേരിട്ട ചടയമംഗലത്ത് ഇരു മുന്നണികളും കടുത്ത വിജയസാധ്യത നിലനിർത്തിയിരുന്നു. അവർക്ക് എന്നോടും പരാതി കാണും, പക്ഷെ അത് പൊറുക്കാവുന്ന പരാതി കാണുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രചരണം കൊണ്ടോ മറ്റേതെങ്കിലും സംവിധാനം കൊണ്ടോ അതിന് മറികടക്കാൻ പറ്റില്ലെന്ന് ആദ്യമേ ഞങ്ങൾക്ക് വിശ്വാസമായി. അപ്പം അതുകൊണ്ട് ആ മനുഷ്യരുടെ നന്മകളോടൊപ്പം അവർക്ക് പരിഭവവും പിണക്കവും ഒക്കെ കാണും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നല്ല മൂല്യങ്ങളോടും
അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ന്യൂസ് ബ്യൂറോ ചടയമംഗലം. മാമോദിസ മുക്കിയ സമുദായത്തെ സ്ഥാനാർത്ഥിയാകുവാൻ വേണ്ടി സമുദായത്തിൽ തന്നെ കാലുമാറിയ ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്ന കേരള കോൺഗ്രസ് ബി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാലകൃഷ്ണപിള്ള. കൊട്ടാരക്കരയിലെ വസതിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാമോദിസ മുക്കിയ സമുദായത്തെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സമുദായത്തിൽ തന്നെ കാലുമാറിയ ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന കേരള കോൺഗ്രസ് ബി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാലകൃഷ്ണപിള്ള. 5000 വോട്ടിന് നവീൻ സത്യം ജയിക്കുന്നു നല്ല മാതൃകയുണ്ടാകും. ഇയാൾ എഴുതില്ല, 7000 ആക്കി എഴുതുന്നതല്ല, 5000 എന്ന് എഴുതിയതിന്റെ എനിക്കറിയില്ല. അത് കോൺഗ്രസിന്റെ കാര്യമല്ല, എനിക്ക് ഞാനങ്ങനെ പറയാനുണ്ട്. കൊടിക്കുന്നിലോട് ഇരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ MP സ്ഥാനത്ത് ആര് വെക്കണമെന്ന് പറയാൻ വോട്ട് ചെയ്ത ആള്, നോമിനേഷൻ കൊടുപ്പിച്ച ആള്, നോമിനേഷൻ ഇതേ കൊടിക്കുന്നിനെ പറ്റി സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെ മാമോദിസ മുക്കിയ സമുദായത്തെയും വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞ ഒരാളെ എനിക്ക് ഇന്ത്യയിൽ അറിയാവൂ. അതുകൊണ്ട് ക്രിസ്ത്യാനിയായിരുന്ന അതൊരു വിശ്വാസമാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം റോമാ സാമ്രാജ്യത്തിൽ 10-20 ദിവസം കൂട്ടിലിട്ട് വിശക്കുന്ന സിംഹത്തിന്റെ മുമ്പിലേക്ക് ക്രൈസ്തവ വിശ്വാസികളെ, ക്രൈസ്തവരെന്നൊരു വിഭാഗമില്ല, ക്രൈസ്തവ വിശ്വാസികളെ എറിഞ്ഞു കൊടുത്തപ്പോൾ ദൈവത്തെ വിളിച്ച് ക്രിസ്തുവിനെ വരച്ച് കുരിശു വരച്ച് സ്വയം ത്യാഗം സഹിച്ച് സിംഹത്തിന് തിന്നാൻ നിന്നുകൊടുത്ത ഒരു വിശ്വാസത്തിന്റെ പ്രതീകമാണ് ക്രൈസ്തവം. മാമോദിസ മുക്കിയ സമുദായത്തെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സമുദായത്തെ തള്ളിപ്പറഞ്ഞ് സമുദായത്തിൽ കാലുമാറിയ ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഈ കാലുമാറ്റം രാഷ്ട്രീയത്തിലാണ്, സമുദായത്തിൽ കാലുമാറിയ ആളാണ്. അതുകൊണ്ട് പാർലമെന്റ് പ്രസാദം ഞാനും കൂടെ പുതുക്കിയൊക്കെ ഉണ്ടാക്കിയതിന്റെ കാര്യങ്ങൾ അത് ആത്മസമ്മതില്ല. കൊട്ടാരക്കരയിലെ വസതിയിൽ വെച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പന്തയ കാഴ്ചയിലേക്ക്, ADV ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുൻപേ തന്നെ യൂനിസ് കുഞ്ഞ് വിജയിക്കുമെന്ന് പന്തയം വെച്ച വ്യാപാരിയാണ് അഞ്ചലിലെ ഷാജി അഞ്ചൽ ചന്തമുക്കിലെ പലചരക്ക് വ്യാപാരിയും ലീഗ് പ്രവർത്തകനും കൂടിയാണ്. UDF സ്ഥാനാർത്ഥി 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഷാജി സുഹൃത്തുക്കളോട് പന്തയം വെച്ചത്. എന്നാൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K രാജു വിജയിച്ചതിനെ തുടർന്ന് പന്തയം വെച്ചത് പാലിക്കണമെന്ന സുഹൃത്തുക്കൾ ആവശ്യമുന്നയിക്കുകയും ചെയ്തു. പക്ഷെ ജനങ്ങൾ ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ UDF അധികാരത്തിൽ വരുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ജനങ്ങളാണ് പ്രതികരിച്ചത്. ഞങ്ങൾ സമ്മതിക്കുന്നു, തോൽവി വോട്ട് കൊടുത്തില്ല. 7 പഞ്ചായത്തിൽ മൊത്തം രാജ്യസഭ വോട്ട്. അതിനെ കുറിച്ച് ഞങ്ങളെ കാലുവാരി ആണെന്നല്ല, ജനങ്ങൾ പ്രതികരിച്ചു, ഞങ്ങൾ തോറ്റു. അത് ശരി.
ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കൊട്ടാരക്കരയിൽ LDF പ്രവർത്തകർ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ കോലം കത്തിച്ചു. കേരള കോൺഗ്രസ് ബി സിംഹവാലൻ കുരങ്ങിനെ പോലെയാണെന്ന പരാമർശത്തിനുള്ള മറുപടിയായാണ് MPയുടെ കോലം കത്തിച്ചത്. ഫലം പ്രഖ്യാപിക്കുന്നതിനു മുൻപേ തന്നെ വിജയം ഉറപ്പാക്കി LDF കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ കോലം കത്തിച്ച് കൊട്ടാരക്കരയിൽ പ്രകടനം നടത്തി. കൊട്ടാരക്കര കച്ചേരി ജംഗ്ഷനിൽ നടന്ന പ്രകടനത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ കോലം കത്തിച്ചത്. ഇലക്ഷൻ ദിവസം കേരള കോൺഗ്രസ് ബി സിംഹവാലൻ കുരങ്ങിനെ പോലെയാണെന്നും ഇനി മ്യൂസിയത്തിൽ വെക്കാൻ കൊള്ളാമെന്നുമുള്ള പ്രഖ്യാപനമാണ് കോലം കത്തിക്കാനിടയാക്കിയത്. കേരള കോൺഗ്രസ് ബി പ്രവർത്തകരെ കാണാൻ കഴിയുന്നുള്ള അപലപനീയമായ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. തികച്ചും പറയുകയാണ്, ഇപ്പം സൂവിൽ പോയാൽ കാണുന്നത് കൊടിക്കുന്നിൽ കൊട്ടാരക്കരയില് കൊല്ലം ജില്ലയില് ആർ ബാലകൃഷ്ണപിള്ള LDFുമായി കൂടിയതിന്റെ പേരിലാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണമായത്. ഒരു സംശയം വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒപ്പം നിന്നുകൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റക്കെട്ടായി ആർ ബാലകൃഷ്ണപിള്ളയും KV ഗണേഷ്കുമാർ നേതൃത്വം നൽകുന്ന പ്രസ്താവനത്തിൽ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. 5000 വോട്ടുകൾക്ക് ഗണേഷ് കുമാർ തോൽക്കുമെന്ന് പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷിനുള്ള മറുപടിയാണ് പത്തനാപുരത്തെ വിജയമെന്ന ആർ ബാലകൃഷ്ണപിള്ള. 5000 വോട്ടുകൾക്ക് ഗണേഷ് തോൽക്കുമെന്ന് പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷിനുള്ള മറുപടിയാണ് പത്തനാപുരത്തെ വിജയമെന്ന ആർ ബാലകൃഷ്ണപിള്ള. പത്തനാപുരത്ത് കൊടിക്കുന്നിൽ പ്രചരിപ്പിച്ച അപവാദ പ്രചരണത്തിൽ ജനം വിശ്വസിച്ചില്ല എന്നും പത്തനാപുരത്തെ ജനങ്ങളോടുള്ള വിശ്വാസമാണ് ഗണേഷ് കുമാർ നിലനിർത്തിയതെന്നും ബാലകൃഷ്ണപിള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏതായാലും ഗണേശൻ 5000 വോട്ട് കൂടുതൽ മേടിച്ച് ജയിച്ചല്ലോ. ശക്തമായ അപവാദ പ്രചരണം അതായിരുന്നല്ലോ കൊടുക്കുന്നില്ല ജോലി കൂടുതലായിരുന്നല്ലോ ചെയ്തോണ്ട്. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് അപവാദം പ്രചരിപ്പിച്ചാൽ പല ആളുകളും കൊടുക്കൂ. അതൊന്നും ഒരു ഇലക്ഷന് പറ്റിയല്ല. ഒരു അപവാദം ഒന്നും പത്തനാപുരത്തുകാർ അംഗീകരിച്ചിരുന്ന കൂട്ടിയല്ലേ. അപവാദം രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. വേറെ വലിയ അടിയൊന്നും ഇത് രണ്ടാമത് കല്യാണം കഴിച്ച പലരുമുണ്ട്. ലീഗിന്റെ MLA-മാരുണ്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുണ്ട്. രണ്ടാമത് കല്യാണം കഴിച്ച ആദ്യത്തെ ഭാര്യ മരിച്ചു പോയി, ആദ്യത്തെ ഭാര്യ പെട്ടെന്ന് ചെയ്ത സിദ്ധിക്ക് എത്രാമത്തെ കല്യാണം കഴിച്ചത് പോയി കുന്നമംഗലത്തെ മുകേഷ് രണ്ടാം കല്യാണം. ആദ്യത്തെ ഭാര്യ ഡൈവേഴ്സായി പോയി. അത് നിയമപ്രകാരം അനുവദിച്ചിരിക്കുന്ന കാര്യമില്ല. ഈ കഴിക്കാതിരുന്ന അനാവശ്യം കാണിക്കുന്നതിന്റെ കുറച്ചുകൂടെ മോശം. ഞാൻ ചോദിക്കുന്നത് അതിന്റെ മോശം. ഇപ്പോ ഖുർആനിൽ വരെ പറഞ്ഞു, നമ്മൾ താൽക്കാലികമായി ഒരു സ്ത്രീയുമായി ബന്ധപ്പെടണമെങ്കിൽ പോലും ദൈവികമായി നിക്കാഹ് കഴിഞ്ഞിരിക്കണം. അതാണ് കൂട്ടാനാരി. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ഇടതുതരംഗം. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചിറകിൽ കേരളം ഇടത്തോട്ടു ചാഞ്ഞു.
കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥി സബിൻ സത്യനെ പിന്നിലാക്കി അഡ്വക്കേറ്റ് ഐഷ പോറ്റി വിജയിച്ചു. LDF പ്രവർത്തകർ പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജുവിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയം. 33,582 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി യൂനിസ് കുഞ്ഞിനെ പിന്നിലാക്കിയാണ് കെ രാജു വിജയിച്ചത്. ഇടമുളയ്ക്കൽ പള്ളിക്കുന്ന് ഭാഗത്ത് 20ഓളം വളർത്തുകോഴികളെയും താറാവിനെയും തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. മാമോദിസ മുക്കിയ സമുദായത്തെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സമുദായത്തിൽ തന്നെ കാലുമാറിയ ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന കേരള കോൺഗ്രസ് ബി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാലകൃഷ്ണപിള്ള. കുളത്തൂപ്പുഴയിൽ രോഗം നിർണ്ണയിക്കാനാകാതെ 2 വയസ്സുകാരി മരിച്ചു. കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തു. കൊട്ടാരക്കരയിൽ LDF പ്രവർത്തകർ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ കോലം കത്തിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.